അസ്സലാമലൈക്കും ഹായ് ഹലോ ഇന്നത്തെ നമ്മുടെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? നമ്മുടെ ഇവിടെ ആന നമ്മളിവിടെ കുഴപ്പമൊന്നുമില്ലാണ്ട് അങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ കുറച്ച് ഹൈലൈറ്റ്സ് വെച്ചതാണ് ഞാൻ വീഡിയോൻ്റെ ഫ്രണ്ടിൽ കേട്ടോ. അപ്പോൾ രാവിലെ നേരത്തെ എണീച്ച് നമ്മുടെ പരിപാടികളൊക്കെ അങ്ങോട്ട് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയുക. നമ്മളിവിടെ സുഖമായിട്ടിരിക്കുന്നുണ്ട്, കുഴപ്പമില്ല. വാതിൽ തുറന്ന് ആ കുറച്ച് അങ്ങനെ കാറ്റും പിന്നെ ആ ഫ്രഷ് എയറൊക്കെ അങ്ങനെ വരുമ്പോൾ നമുക്ക് മനസ്സിന് ഭയങ്കര ഒരു കുളിർമ വരും കേട്ടോ. അപ്പം ഞാനത് കിട്ടാൻ വേണ്ടി കുറച്ച് നേരം ഇങ്ങനെ പുറത്ത് നിൽക്കും. മോർണിംഗ് ജിമ്മിന് പോകാത്തതുകൊണ്ടുള്ള ഗുണങ്ങളാണ് കേട്ടോ എനിക്കതൊക്കെ. ഈവനിങ് ആയപ്പോൾ എനിക്ക് ഒരുപാട് സമയമുണ്ട്, ഒത്തിരി റിലാക്സ് ചെയ്തിട്ട് കാര്യങ്ങൾ ചെയ്യാൻ സമയമുണ്ട് എനിക്ക്. അപ്പം ഞാൻ കുറച്ച് നേരം ആ തണുപ്പിൽ ഇങ്ങനെ നിൽക്കും. വീടിൻ്റെ ഉള്ളിലേക്കൊന്നും തണുപ്പ് വരുന്നില്ല കേട്ടോ, പുറത്ത് തന്നെ പോകണം തണുപ്പ് വരണമെങ്കിൽ. ശരിക്കും തന്നെ രാവിലെ വാക്കിങ്ങിനൊക്കെ പോകുമ്പോഴാണ് നമുക്ക് ആ ഡിസംബറിലുള്ള തണുപ്പ് എഫക്റ്റ് ചെയ്യാൻ തുടങ്ങിയത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ അതിന് മുമ്പൊന്നും നമുക്ക് തോന്നേ ഉണ്ടായിരുന്നില്ല പുറത്തിറങ്ങാണ്ടിരുന്നപ്പോൾ. അപ്പോൾ രാവിലെ സിറ്റ് ഔട്ടിലത്തെ പരിപാടികൾ നമ്മൾ വേഗം ചെയ്ത് തീർക്കും. പിന്നെ ആർക്ക് വേണമെങ്കിലും സിറ്റ് ഔട്ടിൽ വന്ന് ഇരിക്കാമല്ലോ. ആരെങ്കിലും ഇരിക്കണതിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ അടിച്ചു വരാൻ പോകുമ്പോൾ നമുക്ക് തന്നെ ഒരുമാതിരിയാവും കേട്ടോ. റിഹാനോട് എണിച്ച് നിസ്കരിച്ച് പഠിക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഞാൻ. അവനവിടെ ഉറക്കം മതിയായില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഞാൻ രാവിലെ കുറച്ച് നേരത്തെ എണിച്ചാലേ നമുക്ക് രാവിലെ ഒരുപാട് സമയം കിട്ടും. അപ്പോൾ എൻ്റെ ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുമോ എന്ന് ചോദിച്ചിട്ട് കുറേ കമൻ്റ് ഒന്നുമില്ല, ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അവർ ഈ 5 മണിക്ക് എണിച്ച്, വീട്ടിൽ വലിയ ഫാമിലിയാണ്, 5 മണിക്ക് എണിച്ച് എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ ഒന്നൊന്നും നടക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഞാൻ ഒന്നാമത് ടെൻഷൻ ഇല്ലാണ്ട് വർക്ക് ചെയ്യും. ടെൻഷൻ അടിച്ച് വർക്ക് ചെയ്താൽ നമുക്ക് ഒന്നും നടക്കില്ല. അയ്യോ ആയില്ലല്ലോ എന്നുള്ളൊരു ടെൻഷൻ അടിച്ച് വർക്ക് ചെയ്താൽ ഒന്നും നടക്കില്ല. നമുക്കിന്നൊരു ലഞ്ച് ബോക്സ് റെസിപ്പി ഉണ്ട്, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിനെക്കുറിച്ച് സംസാരിക്കാം അല്ലേ. അപ്പം ഞാനിവിടെ സെല്ല റൈസ് അന്ന് മന്തി ഉണ്ടാക്കാൻ വാങ്ങിച്ചത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അത് വെച്ചിട്ട് ജസ്റ്റ് ഒരു ഗീ റൈസ് ആക്കിയിട്ട് പിന്നെ സോയ ഞാനിന്ന് അതിൻ്റെ പേര് ഞാൻ മറന്നു വയ്ക്കുക, കീമ ഉണ്ടാക്കിട്ടോ സോയ വെച്ചിട്ട്. അപ്പം അതിൻ്റെ 2 റെസിപ്പി ഞാൻ കാണിക്കുക. കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി കേട്ടോ. അങ്ങനെ 2 ഞാൻ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. സെല്ല റൈസ് ഒരു അരമണിക്കൂറെങ്കിലും ഇരിക്കട്ടെ വെള്ളത്തിൽ. ആ സമയം കൊണ്ട് ഞാൻ വേഗം വാഷിങ്ങിനൊക്കെ കൊണ്ടുപോയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് നമുക്ക് കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട്, അതൊക്കെ ഒന്ന് വേഗം പോയി എടുത്തിട്ട് വന്നു. ഇനി നമുക്ക് നമ്മുടെ ഡ്യൂട്ടിയിലോട്ട് അങ്ങ് കിടക്കാം അല്ലേ. നേരത്തെ എണീക്കുമ്പോൾ നമുക്കിങ്ങനെ, എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് റിലാക്സ് ആയി പണി ചെയ്യാം, അതേപോലെ വീഡിയോ എടുക്കാനും ഭയങ്കര സമയം ഉണ്ടാവും. ഇപ്പോൾ വീഡിയോ ഒന്നും എടുക്കാത്തൊരു വീട്ടമ്മയാണെങ്കിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ എണീച്ചു കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിന് തന്നെ നമുക്ക് ഡിന്നറിന് കഴിക്കാൻ പറ്റുന്ന കറി ഉണ്ടാക്കി കുറച്ച് ക്വാണ്ടിറ്റി കൂടുതൽ ഉണ്ടായി കഴിഞ്ഞാൽ കുക്കിംഗ് ഭയങ്കര എളുപ്പമായിരിക്കും, അധികം ഹെവി ആവില്ല കേട്ടോ. പിന്നെ വലിയ ഫാമിലിയൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം 3 നേരം കുക്ക് ചെയ്യേണ്ടി വരും. അത്രയും ആൾക്കാർക്ക് ഫുഡും കാര്യങ്ങളൊക്കെ വേണമല്ലോ. അപ്പോൾ ഒരു നേരം ഒരുപാട് ഉണ്ടാക്കണേക്കാട്ടിലും നല്ലത് 3 നേരം കുറച്ച് ഉണ്ടാക്കണ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ചൊന്ന് നോക്കിയാൽ മതി. ഞാനിവിടെ നെയ്ച്ചോറിൽക്കും സോയ കീമയിൽക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ റിഹാൻക്ക് കട്ടൻ ചായ വേണം പറഞ്ഞപ്പോൾ അതൊന്നും ഉണ്ടാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ താജ്മഹലിൻ്റെ റോസ് പെറ്റൽസ് ഉള്ള ഇതാണ് ഇപ്പോൾ ഞാൻ കട്ടൻ ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. കഴിഞ്ഞ വ്ളോഗിൽ എന്നോട് കുറേ പേര് കഴിഞ്ഞ ഷോർട്ട് വീഡിയോ ഇടുമ്പോഴാണ് എനിക്ക് അതിൽ ഇങ്ങനെ കമൻറ്റ് വരാറ്, ഏത് ടീ പൗഡറാണ് യൂസ് ചെയ്യാറ്. അപ്പം അതിലൊക്കെ ഞാനിങ്ങനെ കട്ട് ചെയ്തിട്ടല്ലേ വീഡിയോസ് ഇടുന്നത്. അപ്പം അതിലത്തെ ഓരോന്ന് കാണുമ്പോൾ ഇതിൻ്റെ റെസിപ്പി ഇടുമോ എന്നൊക്കെ ചോദിക്കും എന്നോട്. പക്ഷേ ഉണ്ടല്ലോ, ലോങ് വീഡിയോ കാണാത്തതിൻ്റെ പ്രശ്നമാണത്. അപ്പോൾ ഷോർട്ട് വീഡിയോ കാണുന്നവർ ലോങ് വീഡിയോ മസ്റ്റായിട്ട് വാച്ച് ചെയ്യണം. ഞാൻ മാക്സിമം റിപ്ലൈ കൊടുക്കലുണ്ട് അവർക്ക്, എല്ലാം ലോങ് വീഡിയോയിൽ ഉണ്ട് പറഞ്ഞിട്ട്. നമ്മളിവിടെ തക്കാളി, ഉള്ളി, പച്ചമുളക് ഇതൊക്കെ വേഗം റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇന്നലത്തെ വ്ളോഗിൽ ഞാൻ നന്നായി സംസാരിച്ചു എന്ന് പറഞ്ഞിട്ട് നമുക്ക് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. താങ്ക് യു സോ മച്ച്. നമുക്ക് നല്ല ഉഷാറായിട്ട് സംസാരിക്കാനും ഒരു മൂഡ് വേണമല്ലേ.
അപ്പോൾ എന്തായാലും ഇവിടെ എല്ലാം കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ചായക്ക് വെച്ച വെള്ളം തിളച്ചിട്ടുണ്ടായിരുന്നു, അതിലോട്ട് ഞാൻ ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ആറ്റിയെടുക്കണം, നല്ല ചൂടോടെ കൊടുക്കണ്ടല്ലോ വിചാരിച്ച് ഇത് കറക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. ഉപ്പാക്കൊക്കെ ഭയങ്കര ഇഷ്ടമായി ഇത് കട്ടൻ ചായ ഉണ്ടാക്കിയപ്പോൾ, അതായത് ഈ റോസ് പെറ്റൽസ് ഉള്ള താജ്മഹൽ കൊണ്ട് കട്ടൻ ചായ ഉണ്ടാക്കിയപ്പോൾ ഇഷ്ടമായി. അപ്പം ഞാൻ ഉപ്പാക്ക് ആദ്യം ചൂടാറ്റാണ്ട് കൊണ്ടുകൊടുത്തു. പിന്നെ എല്ലാവരും എണിച്ചിട്ടുണ്ട് കേട്ടോ, നേരത്തെ എണിക്കും നമ്മുടെ വീട്ടിൽ. വ്ളോഗിൽ പക്ഷെ കുറേ കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാറുള്ളൂ എന്ന് മാത്രം. ശരിക്കും പറഞ്ഞാൽ ഞാനൊക്കെ ജിമ്മിന് പോണ ആ സമയത്ത്, മോർണിംഗ് പോണ സമയത്ത് 4:45 എണീക്കുമായിരുന്നു കേട്ടോ. ഇപ്പൊ അത് 5-5:30 ആക്കിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഗീ റൈസ് നോക്കാം അല്ലെ. ഇവിടെ നെയ്യൊന്ന് ഉരുക്കിയിട്ട് പട്ട, ഗ്രാമ്പു, ഏലക്ക, ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഞാൻ. വലിയ ജീരകം ഇട്ട് കൊടുക്കണം നല്ലത് കേട്ടോ. ചെറുതും ഇടും, ജീര റൈസിൽക്കൊക്കെ നമ്മൾ ചെറുതിടില്ലേ അതേപോലെ കേട്ടോ. പിന്നെ 2 വലിയുള്ളി, 2 തക്കാളി, പച്ചമുളകും ഒക്കെ ഇട്ടിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കണം. ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ചാൽ മതി. നമ്മുടെ അരിയൊക്കെ ഏകദേശം അരമണിക്കൂറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ വെള്ളത്തിലിട്ടിട്ട്. പിന്നെ ഒരു വലിയ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അതിനുശേഷം ഞാനിവിടെ അരി അളന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. 1 കപ്പ് അരിയാണെങ്കിൽ 2 കപ്പ് വെള്ളം എന്ന രീതിയിൽ വേണം നമുക്ക് ഈ സെല്ല റൈസിലോട്ട് വെള്ളം എടുക്കാൻ കേട്ടോ. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഉപ്പിട്ടിട്ട് നമുക്കിത് അടച്ചു വെക്കാം, തിളച്ച് വരട്ടെ. തിളച്ച് വന്ന ശേഷം നമുക്ക് അരി വാർന്നിട്ട് അത് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പുറത്ത് ഞാൻ രസം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഇന്നലത്തെ രസമാണ്. രസം ഉണ്ടാക്കുമ്പോൾ ഞാൻ മൺചട്ടിയിൽ ഒരു ചട്ടി അങ്ങ് ഉണ്ടാക്കി വെക്കും. ഒരു 2-3 ദിവസത്തിന് നമുക്കത് ഉണ്ടാവും കേട്ടോ. കുടിക്കാനും ചോറിലൊഴിച്ച് കഴിക്കാനും ഒക്കെ ബെസ്റ്റ് തന്നെയാണ് രസം. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഓപ്പൺ ആക്കുക, നമ്മൾ അടച്ചു വെച്ചിട്ട് വീണ്ടും കുക്ക് ചെയ്തെടുക്കുക. സെല്ല റൈസ് വേവാൻ കുറച്ചധികം ടൈം എടുക്കും. അപ്പം ഞാൻ അപ്പുറത്തോട്ട് മാറ്റി വെച്ചു. പാല് വന്നിട്ടുണ്ടായിരുന്നു, അപ്പം ഞാൻ ചായ വെക്കാൻ വേണ്ടിയിട്ട് നിന്നു കേട്ടോ. ആ സമയം കൊണ്ട് ഇനി നമുക്ക് കീമ ഉണ്ടാക്കിയിട്ട് എടുക്കണം. അപ്പം ഞാൻ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു, പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. വെള്ളത്തിലോട്ട് ഞാൻ ചായപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മുടെ റൈസ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ഞാനിവിടെ കുക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. ഇതൊന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കും പഞ്ചസാര ഇട്ട് കൊടുത്തു കേട്ടോ. ഒരു 1.25 സ്പൂണൊക്കെ ഇടുള്ളൂ, ഒരുപാട് മധുരം ഇഷ്ടമല്ല കേട്ടോ. പിന്നെ പല ക്വാണ്ടിറ്റിയിൽ വെക്കുമ്പോൾ ചിലപ്പോൾ അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ ഒന്ന് മാറിപ്പോകും കേട്ടോ. അങ്ങനെ നമുക്ക് വേണ്ട പാലെടുത്തിട്ട് ബാക്കി പാല് തിളപ്പിക്കണേലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ചായ നല്ലപോലെ തിളച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ഇളക്കി നമുക്ക് ആവശ്യമുള്ള സ്ട്രോങ് ആക്കി എടുത്ത ശേഷം നമുക്കിത് ഊറ്റിയെടുക്കാം. ഇനിയിപ്പോൾ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഞാൻ തൈറോയിഡിൻ്റെ ഇന്നലെ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞത് കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫ്രണ്ട്, അവൾ ഡോക്ടറാണ്, ആയുർവേദ ഡോക്ടറാണ്. അവൾ എൻ്റെ വ്ളോഗ് കണ്ടപ്പം അവൾ പറഞ്ഞു എനിക്ക് ഹൈപ്പർ അല്ല ഹൈപ്പോ തൈറോയിഡ് ആണ് എന്നാണ് പറഞ്ഞത്. അതായത് തടി വെക്കുന്ന തൈറോയിഡാണ് എനിക്കുള്ളത്, അതിനാണ് തൈറോനോം കഴിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ മൂഡ് സ്വിങ്സ്, പിന്നെ ഹെയർ ലോസ്, ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരും കേട്ടോ. തടി കുറയണ തൈറോയിഡ് ആണെങ്കിൽ മെൻ്റലി നമുക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും എന്നൊക്കെയാണ് അവൾ പറഞ്ഞു തന്നത്. അപ്പോൾ അവൾ കൺസൾട്ട് ചെയ്യുന്നുണ്ട്, ഓൺലൈനായിട്ടും അവൾ കൺസൾട്ട് ചെയ്യുന്നുണ്ട്, ഓഫ്ലൈനായിട്ടും ചെയ്യുന്നുണ്ട്. ഓഫ്ലൈൻ അവളുടെ വീട് ഒറ്റപ്പാലത്താണ്, അവിടെ തന്നെ ഒരു ക്ലിനിക്കിലാണ് അവൾ വർക്ക് ചെയ്യണത്. ആയുർവേദ ഡോക്ടറാണ്. ഒത്തിരി ആൾക്കാർ അവളെ പേഷ്യൻ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നമ്പർ ഞാൻ താഴെ കൊടുക്കാം, ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ച് അവളോട് സംസാരിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ്. കാരണം നമുക്ക് ഒരുപാട് ഇഷ്യൂസ് ഉണ്ട് ഈ തൈറോയിഡ് എന്ന് പറയുമ്പോൾ, അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ സംസാരിച്ചാൽ മതി, എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ സൊല്യൂഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും. അപ്പോൾ അത്രേ ഉള്ളൂ. ഇന്നലെ അവൾ യാദൃശ്ചികമായിട്ട് എൻ്റെ ബ്ലോഗ് കണ്ടപ്പം പറഞ്ഞതാണ്. അപ്പോൾ അവളിതിന് ട്രീറ്റ് ചെയ്യണുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കറിവേപ്പിലേക്ക് ഒന്ന് വേഗം പോയി വലിച്ചിട്ട് വന്നു. അപ്പോൾ ഞാൻ ഒരുപാട് അപ്പോ പറയുന്നുണ്ട് അല്ലേ, ഞാൻ ഇപ്പോഴാണ് അതൊന്ന് ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അയ്യോ, വീണ്ടും ഞാൻ കറിവേപ്പില വലിച്ചിട്ട് വന്നിട്ട് വാഷിങ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, വേഗം അതൊക്കെ ഒന്ന് പോയി എടുത്തിട്ടുണ്ട്. ഇടയ്ക്ക് നമ്മളെ നെയ്ച്ചോറ് ഞാൻ ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. 2ാമത്തെ വാഷിങ്ങിന് അപ്പം തന്നെ അങ്ങോട്ട് ഇട്ടു. ശരിക്കും പറഞ്ഞാൽ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ഇടാനാണ് പറഞ്ഞേക്കുന്നത്. മെഷീനിന് അത് നല്ലതല്ല എന്ന്, പക്ഷെ ഓർമ്മയില്ല കേട്ടോ എനിക്ക്. ഇപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ അത് ഓർമ്മ ഉണ്ടായിരുന്നത്. പിന്നെ ചായ വെച്ച കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു, അതൊന്ന് വേഗം കഴുകി എടുത്തിട്ട് നമ്മുടെ വെള്ളത്തിലിട്ട സോയ ഇല്ലേ, അത് കുതിർന്ന് വന്നിട്ടുണ്ട്, അത് പിഴിഞ്ഞെടുക്കണം.
മിക്സിയുടെ ജാറിലൊന്ന് ക്രഷ് ചെയ്തെടുക്കണം. നമുക്ക് സോയ കീമ ഉണ്ടാക്കണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ അജുവ ഓഡിറ്റോറിയത്തിനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അത് പെണ്ണിൻ്റെ വീട്ടുകാരുടെ അടുത്ത് ഓഡിറ്റോറിയം കേട്ടോ. നമ്മൾ അങ്ങോട്ട് പോയതാണ് നിക്കാഹിന് വേണ്ടിയിട്ട്. എനിക്ക് ആ പ്ലേസ് ഒന്നും ഏതാണെന്ന് അറിയില്ല. എൻ്റെ കസിൻ ബ്രദറിൻ്റെ വീട് വന്നിട്ട് പാണ്ടിക്കാടാണ് കേട്ടോ. പിന്നെ നമ്മുടെ നെയ്യ് എടുക്കുമ്പോൾ പാടയിൽ കേടൊഴിക്കണോ ചോദിക്കുന്നുണ്ട്. ഇന്നാണ് ഞാൻ അതിൻ്റെ ഒരു കമൻറ്റ് കണ്ടത്. അതായത് ആ ഒരു കേടെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു മോരില്ലേ, തൈര്, ഒരു മോര് പോലത്തെ സാധനം ഇല്ലേ, വെള്ള കളറ്, അത് ഞാൻ കളയാറാണ്. എനിക്കത് യൂസ് ചെയ്യാൻ തോന്നാറില്ല. ചില ആൾക്കാർ അത് മോരായിട്ട് യൂസ് ചെയ്യാറുണ്ട് ഇത്ര. അപ്പം അത് മോരാകാൻ വേണ്ടിയിട്ടാണ് തൈര് ഒഴിച്ച് വെക്കുന്നത് എന്നാണ് പറയണ കേട്ടത്. ഇവിടെ ഉമ്മ പറഞ്ഞത് പെർഫെക്റ്റ് ആയിട്ട് ബട്ടറും നെയ്യും കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറഞ്ഞത്. ഇനിയും എനിക്ക് കറക്റ്റായിട്ട് അത് അറിയില്ല കേട്ടോ. അപ്പോൾ ഒഴിച്ചാലും ഒഴിച്ചില്ലെങ്കിലും നമുക്ക് ബട്ടറും നെയ്യും ഒക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് ഈ സോയ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ റെസിപ്പിയും കൂടി നോക്കാം അല്ലേ. അപ്പോൾ ഇത് മുഴുവനായിട്ട് ഞാൻ ഇതുപോലെ ക്രഷ് ചെയ്തിട്ട് ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. അപ്പുറത്ത് നമ്മുടെ നെയ്ച്ചോറ് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. കീമ ഉണ്ടാക്കാൻ കുറച്ചധികം എണ്ണ വേണം കേട്ടോ, എന്നാലേ ഇതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. എണ്ണയിലോട്ട് ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ വലിയുള്ളി, പച്ചമുളക്, തക്കാളി, കറിവേപ്പില ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിട്ടിട്ടൊന്ന് വഴറ്റാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇത്രയും പൊടികൾ വേണം കേട്ടോ. ചിക്കൻ മസാല, തന്തൂരി മസാല, അത് രണ്ടും ഓപ്ഷണലാണ്. മല്ലിപ്പൊടി, മുളക് പൊടി, കസൂരി മെത്തി, മഞ്ഞൾപ്പൊടി, പിന്നെ ഗരം മസാല, കാശ്മീരി ചില്ലി പൗഡർ, കുരുമുളക് പൊടിയും കൂടെ വേണം കേട്ടോ. ഇത് മസ്റ്റാണ്. മറ്റേത് രണ്ടും ഓപ്ഷണലാണ് കേട്ടോ. വേണമെങ്കിൽ മാത്രം ഇട്ടാൽ മതി. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മുടെ കയ്യിൽ മസാലകൾ ഉണ്ടെങ്കിൽ നമ്മൾ ഏതിലിടുന്നു അറിയണ പോലെയാണ് കേട്ടോ എൻ്റെ അവസ്ഥ. അപ്പോൾ ഉള്ളിയൊക്കെ ആയിട്ട് ഞാൻ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മസാലകളെല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ മസാല നന്നായിട്ടൊന്ന് ഇളക്കിയെടുത്ത് ഇതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് അടച്ചു വെച്ചിട്ട് എണ്ണ തെളിയണ വരെ ഒന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. ഇന്നലത്തെ പോലെ എന്നും എനിക്ക് കമൻറ്റ് വായിക്കാൻ സമയം കിട്ടില്ലെന്നാവും. നമ്മൾ കുറേ അടിച്ചുവാരലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ നമുക്ക് ഈ കമൻറ്റ് കാര്യങ്ങളൊക്കെ പറയാം, അതാ നല്ലത്. അപ്പോൾ മസാലയൊക്കെ വെന്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച സോയ അതിലോട്ട് ഇട്ട് കൊടുക്കുക. ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, ഇതിൽ കുറച്ച് ഇങ്ങനെ ചിക്കനൊക്കെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടല്ലോ, ചിക്കനാന്നേ പറയുള്ളൂ കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കടിക്കാൻ ചിക്കനും മിക്സ് ചെയ്യുക, എന്നിട്ട് ചിക്കനാണെന്ന് പറഞ്ഞ് സെർവ് ചെയ്തിട്ടുണ്ടല്ലോ, ആരും വിശ്വസിക്കും. അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ സംഭവം. പുറത്ത് ഞാൻ അടിച്ചു വാരാൻ വേണ്ടിയിട്ട് പോയപ്പോൾ കുറേ ഉമ്മയൊക്കെ സംസാരിച്ചതിൻ്റെയൊക്കെ ഞാൻ ക്ലിപ്പ് ഇതിലുണ്ട് കേട്ടോ, അതൊക്കെ കാണാം. അപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്, പെട്ടെന്ന് വെന്ത് കിട്ടും. അപ്പോൾ രാവിലെ ചപ്പാത്തി ഉണ്ടായിരുന്നു, കുട്ടികൾക്ക് ഞാൻ അതും കൊടുത്തു. പിന്നെ ഗീ റൈസ്, ഇന്നലെ ഉണ്ടാക്കിയ ചപ്പാത്തി ബാക്കി ഉണ്ടായിരുന്നതാട്ടോ. അപ്പോൾ ഓരോന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഗീ റൈസും കൊടുക്കാൻ വിചാരിച്ചു. വേറെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഞാൻ ഉണ്ടാക്കിയിട്ടില്ല കേട്ടോ കുട്ടികൾക്ക് വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ പിള്ളേർക്ക് ഇങ്ങനെയാണ് കേട്ടോ ആക്കിയത്. കുറച്ച് റൈസ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ സോയ ഇട്ട്, വീണ്ടും റൈസ് ഇട്ടിട്ട്, വീണ്ടും അതിൻ്റെ മുകളിൽ സോയ ഇട്ടു. ഒരു ദം ഇടുന്ന പോലെ ആക്കിയിട്ടു. അപ്പോൾ ആകുമ്പം മസാല ആയിട്ടുള്ള ചോറ് കിട്ടുമല്ലോ. അയാൻക്കും റിഹാൻക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ ആക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം നമ്മൾ ഇതാ എന്താ പറയുക, കുട്ടികളുടെ ലഞ്ച് ബോക്സ് അങ്ങ് റെഡിയാക്കിയിട്ടുണ്ട്. ആദ്യം അടിയിൽ കുറച്ചാക്കട്ടോ. ചോറും അതിനോട് മസാല റിഹാനിക്കുള്ള ഇറയിട്ട് വെച്ചിരിക്കുന്നത്. എനിക്കിത് ഫുള്ള് ഇടണോ? കുട്ടികൾ ചോദിക്കുമോ എന്താ സ്പെഷ്യൽ വേണ്ട? സ്പെഷ്യൽ കണ്ടാൽ മാത്രമേ ചോദിക്കുള്ളൂ. ദോശ ഇടലിക്കൊന്നും ചോദിക്കില്ല. മതിയോ? എല്ലാവർക്കും കൊടുക്കും. ദിവസം ബിരിയാണി വെക്കുക. ബിരിയാണി കാട്ടിട്ട് വെക്കുന്നുണ്ട്. എന്താ ബിരിയാണി
അങ്ങനെ പിള്ളേർക്ക് വേണ്ട ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാനും കൊടുത്ത് അവരുടെ ലഞ്ചൊക്കെ ഒന്ന് പാക്ക് ചെയ്തിട്ട് അവരെ ഇനി പറഞ്ഞു വിട്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വിചാരിച്ചു. പക്ഷെ നോക്കുമ്പോൾ ധാരാളം സമയം എനിക്ക് ഇനിയും ഉണ്ടായിരുന്നു കേട്ടോ അവർ പോവാനും. അപ്പം ഞാൻ വേഗം അടിച്ചു വരാൻ ഗേറ്റിന്റെ അവിടെ കേട്ടിട്ട് പപ്പ അങ്ങനെ നോക്കാത്തവ ഈ രണ്ട് ഭാഗത്തും ഇവിടെ അനക്കം കാണാൻ അടിച്ചിട്ടില്ല. അവിടെ നേരത്തെയും പോയി. പിന്നെ എവിടെന്നാ ഈ മണം വരുന്നത്? നമ്മുടെ അവിടെ മണക്കാനൊന്നുമില്ല. ആ ഫിഷ് അതന്നെയാ മണത്തത്. സോയ. ഓ അതുണ്ടല്ലോ. അല്ലെങ്കിൽ ഒരു മീൻ ബാക്കിയുണ്ടല്ലേ? 1.5 കിലോ ബാക്കിയുണ്ട്. 1.5 അപ്പോൾ അടിച്ചു വരാൻ വേണ്ടി പോയപ്പോൾ എനിക്ക് കിട്ടിയ കോംപ്ലിമെൻ്റ് ആണ് കേട്ടോ അത്. അതായത് ഭയങ്കര സ്മെല്ല് വന്നു. പക്ഷെ എന്താ ഏതാ എവിടുന്നാന്നൊന്നും അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അത്ര. സോയ ഉണ്ടാക്കിയ സ്മെല്ലാണ്. വല്ല മട്ടനോ ബീഫോ ചിക്കനൊക്കെ വെക്കുന്ന പോലെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞു കേട്ടോ. എനിക്ക് സ്മെല്ല് കേട്ടിട്ട് അങ്ങനെ പറയുമ്പോൾ തന്നെ നമുക്ക് നല്ല സന്തോഷമല്ലേ. അപ്പോൾ ആ സന്തോഷത്തിൽ ഞാൻ വേഗം പോയി അടിച്ചു വാരിയൊക്കെ എടുത്ത് ഇനി ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യണം. സൺഡേ പൊതുവേ ലേറ്റ് ആവുന്നൊരു ദിവസം തന്നെയാണ് കേട്ടോ എനിക്ക്. അതേപോലെ ഹൈപ്പ് ചെയ്യൽ എങ്ങനെ ചോദിക്കുന്നുണ്ടായിരുന്നേ. നമ്മുടെ കമൻറ്റ് ബോക്സ് എടുത്തിട്ട് നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് പെട്ടെന്ന് സ്ക്രോൾ ആവും. അവിടെ ഒരു ഹൈപ്പ് എന്ന് പറഞ്ഞിട്ട് പോയിന്റുകൾ ഉണ്ടാവും. ജസ്റ്റ് ആ പോയിന്റിലൊന്നും ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്ര പോയിന്റ് കിട്ടും. അങ്ങനെയുള്ള ഒരു സംഭവമാണ് കേട്ടോ അത്. ചെയ്യാൻ പറ്റുന്നവർ എന്തായാലും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അങ്ങനെ ഫ്രണ്ട് ഏരിയയ്ക്ക് ഒന്ന് വേഗം അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. ഇക്കാക്ക് ബ്രദറും സിസ്റ്ററും ഒന്നും ഇല്ല കേട്ടോ, ഒറ്റ മോനേ ഉള്ളൂ. കുറേ പേര് വീണ്ടും അവർ ചോദിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നു പുതിയതായിട്ട് വന്നിട്ടുള്ള ആൾക്കാരെ ചോദിക്കുന്നത് തോന്നുന്നു. പിന്നെ പാവം മോന് അവന് വേണ്ടത് കൊടുക്കും ജിനി. അവനക്കൊക്കെ ഞാൻ ധാരാളം കൊടുക്കാറുണ്ട്. ഫുഡൊക്കെ ഒത്തിരി ഉണ്ടാക്കി കൊടുക്കുന്ന ആളാണ് കേട്ടോ ഞാൻ. പിശുക്കൊന്നും കാണിക്കാറ്. ഫുഡ് വെക്കുന്നതിലും കഴിക്കുന്നതിലും കൊടുക്കുന്നതിലൊന്നും ഞാൻ പിശുക്ക് കാണിക്കാത്ത ആളാണ്. പിന്നെ എഗ്ഗൊക്കെ ഒരുപാട് കൊടുക്കുന്നത് ഹെൽത്തിന് നല്ലതല്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഒരു എഗ്ഗ് കൊടുക്കുന്നത്. റിഹാന് പിന്നെയും ജിമ്മിന് പോകണോണ്ട് അവനക്ക് 2-3 എഗ്ഗ് കൊടുക്കണോണ്ട് എനിക്ക് ടെൻഷനൊന്നുമില്ല. അയാൾക്ക് ഞാൻ ഒരെണ്ണം, മാക്സിമം പോയ 2 അതിൻ്റെ അപ്പുറം ഞാൻ കൊടുക്കാറില്ല കേട്ടോ എനിക്ക്. അതുകൊണ്ടാണ്. പിന്നെ എനിക്കും പുട്ട് ഇഷ്ടമാണ്. പുട്ട് ഇഷ്ടമില്ലാത്ത ആൾക്കാരില്ല കേട്ടോ. പ്രത്യേകിച്ച് പുട്ട് ബീഫ്, പുട്ട് കടല, പുട്ട് പഴം, അതൊക്കെ ഭയങ്കര ഒരു ഇതാണ് അല്ലേ. നമ്മൾ തലേന്ന് രാത്രി പാൽപ്പാട് എടുത്ത് പുറത്ത് വെച്ച മോശമൊന്നും ആവില്ല കേട്ടോ. ആരാ പറഞ്ഞ്? അങ്ങനെയൊന്നുമില്ല. നമ്മൾ തലേന്ന് തൈര് ഒഴിച്ചിട്ടല്ലേ പുറത്ത് വെക്കുന്നത്. പാല് തൈര് ഒഴിച്ച് പുറത്ത് വെക്കുമ്പോൾ അത് കറക്റ്റായിട്ട് തന്നെയല്ലേ നമുക്ക് വരുന്നത്. അതേപോലെ തന്നെയാണ് കേട്ടോ, വേറെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പിന്നെ പെട്ടെന്ന് നമുക്ക് കിട്ടും. ചില ആൾക്കാർ അത് മോരാക്കാൻ വേണ്ടിയിട്ടാണെന്നൊക്കെയാണ് പറയുന്നത് കേട്ടത്. ഞാൻ എന്തായാലും അത് കുടിക്കാറില്ല കേട്ടോ. ആ വേസ്റ്റ് വെള്ളം ഞാൻ കളയാറാണ്. വേസ്റ്റ് വെള്ളം എന്ന് പറയാൻ പറ്റില്ല, പല ആൾക്കാരും അത് മോരാണെന്നൊക്കെയാണ് പറയുന്നത്, അറിയില്ല. അങ്ങനെ നമ്മൾ എന്താണ് പുട്ടുണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇടിയപ്പം കേട്ടോ, മറ്റേ പുട്ടല്ല, ഇടിയപ്പം. എനിക്ക് ഉമ്മാക്കും ഉപ്പാക്കും മതിയല്ലോ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ പുട്ടിലേക്ക് കറിയൊന്നുമില്ല. ഞാൻ തേങ്ങ, പഞ്ചസാര, പിന്നെ രാവിലെ ഉണ്ടാക്കിയ സോയ ഫ്രൈ കൂട്ടിയിട്ട് എനിക്ക് കഴിക്കാൻ ഇഷ്ടമാണ്. ഉമ്മാക്കും ഉപ്പാക്കും പാലും പഴമാണ് ഇഷ്ടം. പക്ഷേ പാലും പഴം ഉണ്ടാക്കാനുള്ളൊരു ക്ഷമയില്ലാത്തതുകൊണ്ട് തേങ്ങയും പഞ്ചസാര ആക്കാമെന്ന് വിചാരിച്ചു. പിന്നെ പുട്ടും ഉണ്ടാക്കിയിട്ട്. അപ്പോൾ നമ്മൾ വേഗം ഇടിയപ്പം എങ്ങനെ ഇത്ര പെട്ടെന്ന് കിട്ടണമെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇടിയപ്പം എനിക്കിപ്പം ഇങ്ങനെ ആയതാണ്. പ്രത്യേകിച്ച് തിരിച്ചിറക്കൽ സാധനം മേടിച്ച പിന്നെ, അതായത് നന്നായിട്ട് തിളപ്പിച്ച വെള്ളമാണ് ഞാൻ യൂസ് ചെയ്യാറ്. ചെറുതായിട്ട് തിളച്ച വെള്ളമല്ല. അത് പൊടിയിലോട്ടാക്കി പതുക്കെ പൊടിനെ ഇങ്ങനെ വാട്ടി എടുക്കുകയാണ് ചെയ്യാറ് കേട്ടോ. അപ്പം നമുക്കത് കറക്റ്റായിട്ട് കിട്ടും. അങ്ങനെ നമ്മൾ ഇടിയപ്പൊക്കെ റെഡിയാക്കി കാസറോളിലാക്കിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് ഒരു തട്ടും കൂടി, ഞാൻ ഓരോ തട്ട് വെച്ചിട്ടേ വേവിക്കാറുള്ളൂ കേട്ടോ ഇടിയപ്പത്തിൻ്റെ. ഇത് ഇഡ്ഡലി പാത്രത്തിലല്ലേ, അപ്പോൾ ഓരോ തട്ട് വെച്ചിട്ട് ഒരു തട്ട് പീച്ചുമ്പോൾ മറ്റേ തട്ട് ഞാൻ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടാവും. പീച്ച് സെറ്റാക്കുമ്പോഴേക്കും അത് വെന്തിട്ടുണ്ടാവും. നെക്സ്റ്റും അങ്ങനെ തന്നെ കേട്ടോ. അപ്പോൾ ഞങ്ങൾ 3 പേരായതുകൊണ്ട് 3 തട്ട്. പക്ഷേ അത് ഞങ്ങൾ 5 പേരും കഴിച്ചു കേട്ടോ. ഉമ്മയും ഉപ്പയൊക്കെ കുറച്ചേ കഴിക്കുള്ളൂ കേട്ടോ ആഹാരം. അത് പറഞ്ഞപ്പോഴാണ്
ഈ നെയ്യ് എടുത്ത് കഴിച്ച് തടി വെച്ചേക്കുന്നേ. ഇതിനൊക്കെ ഞാൻ എന്താ പറയാ, ഈ കാലത്ത് ഈ ബോഡി ഷെയ്മിങ് അത് ഇത് ഒന്ന് നിർത്തിക്കൂടെ? എന്തുവാ ഇത്? ചില ആൾക്കാർ അങ്ങനെയാണ് അല്ലേ, കറുപ്പ് വെളുപ്പ് തടിച്ച് മെലിഞ്ഞ് മുഖക്കുരു അങ്ങനെ ഇങ്ങനെ, കണ്ണു വലുത് മൂക്ക് ചെറുത് ചുണ്ടു വലുത് ചെവി ചെറുത് കൈ ചെറുത്, എന്തൊക്കെ പാടെയാ പറയുന്നത്. നെയ്യ് എടുത്തിട്ട് തടിച്ചിട്ടാണ് അത്ര ഞാൻ, നെയ്യെടുത്ത് കഴിച്ച് തടിച്ചതാണ് അത്ര ഞാൻ. നിങ്ങൾക്കറിയോ എനിക്ക് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, ഞാൻ എങ്ങനെ തടിക്കുന്നത് എന്നുള്ളതൊക്കെ നിങ്ങൾക്കറിയോ? ഞാൻ ഒരു പരിധിയിൽ ഞാൻ വെയിറ്റ് കുറയുന്ന ആളല്ല, അതാദ്യം മനസ്സിലാക്ക്. എനിക്ക് തൈറോയിഡ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. നമുക്ക് മെഡിക്കൽ ഒരുപാട് പ്രശ്നം, ഇത്രയും നമ്മുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഒരുപാട് ഇതിനെക്കുറിച്ച് ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ അവയർനെസ് ക്ലാസ് എന്നോ അങ്ങനെ എന്തോ അല്ലേ പറയുക, എനിക്ക് പറയാനും കിട്ടുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ അതിന് ഇംഗ്ലീഷ് ആദ്യം പോയി പഠിക്കുക എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ കമൻറ്റ് വരുമായിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ എപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. ലോകം കാണാത്ത ഒരു പൊട്ടക്കിണറ്റിൽ താമസിക്കുന്ന ആൾക്കാരാണോ എന്നൊക്കെ തോന്നും. നമ്മൾ വീട്ടിൻ്റെ ഉള്ളിലാണെങ്കിൽ പോലും നമുക്ക് ലോകവിവരം കിട്ടാൻ ഒരുപാട് മാർഗങ്ങളുണ്ട് ഇപ്പോൾ. അത് ലോകം സഞ്ചരിക്കുക തന്നെ വേണമെന്നൊന്നുമില്ല. ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ പോലും ഇപ്പോഴും ലൈഫിൽ നിന്ന് മാറ്റാൻ പറ്റിയില്ലെങ്കിൽ എന്താണ് കുട്ടി, എന്താണ്? ഇപ്പം ഈ പറഞ്ഞ വ്യക്തി തന്നെ തടിച്ചിട്ടാ മെലിഞ്ഞിട്ടാ ഒന്നും നമുക്കറിയില്ല. ഒത്തിരി മെലിഞ്ഞ ആൾക്കാരോട് പോയിട്ട് അവർ എന്താ ഇങ്ങനെ എല്ലും കോല് എന്ന് പറയുമ്പോൾ ഒരു വിഷമം ഉണ്ടാവില്ലേ, അതേപോലെ തന്നെയാണ് ഈ അവര് തടിക്കാത്തതിനും ഒരു റീസൺ ഉണ്ടാവും, നമ്മൾ തടിച്ച ആൾക്കാർ മെലിയാത്തതിനും ഒരു റീസൺ ഉണ്ടാവും. ഇപ്പോഴത്തെ എൻ്റെ തടി എനിക്ക് ഒരു പ്രശ്നമില്ല. അതുകൊണ്ട് ഞാൻ നെയ്യ് കഴിച്ചിട്ടാണോ ഐസ്ക്രീം കഴിച്ചിട്ടാണോ ബിരിയാണി കഴിച്ചിട്ടാണോ തടിച്ചത് എന്നുള്ള ടെൻഷൻ എന്തായാലും മോൾക്കോ മോനിക്കോ വേണ്ട കേട്ടോ. ചിലപ്പോൾ ആ കുട്ടി എന്നോടുള്ള സ്നേഹം കൊണ്ട് പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ എന്നെ കളിയാക്കിയതായിരിക്കാം, എന്താണെന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ ഒരു കമൻറ്റ് വായിക്കുമ്പോൾ നമ്മുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ എങ്ങനെയായിരിക്കും അതേപോലെയാണ് നമ്മൾ അതെടുക്കുക. അത് ഞാനും നല്ല ആരാണെങ്കിലും ചായ ഊതി കുടിക്കുന്ന സ്വഭാവമല്ല, ചായയിൽ ആട കെട്ടുമ്പോൾ അതിനെ മാറ്റുന്ന ഒരു സ്വഭാവമാണ് കേട്ടോ ഇത്. ചായ ഊതി കുടിക്കരുത് എന്നോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നേ, അതുകൊണ്ട് ഞാൻ പ്രത്യേകം എടുത്ത് പറയുകയാണത്, ഒന്നും തോന്നല്ലേ. അതേപോലെ നമ്മുടെ ടെന്നീസ് എൽബോയ്ക്ക് ചെറിയൊരു ടിപ്സൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. ഐസ് വെക്കാൻ ഒരു കോട്ടൺ തുണിയിൽ വെച്ചാൽ മതി, ഡയറക്റ്റ് വെക്കണ്ട എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, ഞാൻ ഒന്ന് ട്രൈ ചെയ്യാം. പക്ഷേ എൻ്റെ ഫ്രണ്ട് പറഞ്ഞത് അങ്ങനെ ഡയറക്റ്റായിട്ട് ഐസ് വെക്കരുത് എന്നാണ് പറഞ്ഞത്. ഐസ് വെച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റിനോട് വലിയ താല്പര്യമില്ല എന്നുള്ള രീതിയിലാണ് എന്നോട് സംസാരിച്ചത് കേട്ടോ. ഇക്കാക്ക് ബ്രദറും സിസ്റ്ററും ഒന്നും ഇല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ എന്നെപ്പോലെ ഗീ എടുക്കുന്ന ഒരുപാട് പേരുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ തൈറോയിഡ് ഉണ്ട്, 100 mg ആണ് കഴിക്കുന്നത് പറഞ്ഞപ്പോൾ എനിക്കത് കേട്ടപ്പോൾ വല്ലാത്ത വിഷമം തോന്നി. 25 mg 50 mg കഴിക്കുന്ന ആൾക്കാർക്കേ വല്ലാത്തൊരവസ്ഥയാണ്. എൻ്റെ അടുത്തൊക്കെ 25 mg കഴിച്ചാൽ മതി എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ ഞാനിപ്പോൾ 50 കഴിക്കുന്നത്. ഇനി അത് ഓവർ ഡോസ് ആണോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ജിനി ഞാനും അതുപോലെ സൺഡേ മടി, ബട്ട് അന്നും വീട്ടിലെല്ലാവരും നേരത്തെ എണീക്കുന്നു. ഓക്കെ ഇവിടെ എല്ലാവരും നേരത്തെ എണീക്കും കേട്ടോ, സൺഡേ ആണെങ്കിലും. എന്നാലും നമ്മൾക്ക് പൊതുവേ ഒരു മടിയുള്ള ദിവസമല്ലേ. അതുപോലെ തൈറോയിഡ് ഉള്ള ആൾക്കാർ FB-യിലും ഉണ്ട് കുറേ പേര്. സത്യം ഞാൻ അങ്ങനെ വിചാരിക്കും, ബട്ട് നടക്കില്ല. കറക്റ്റാ, സൺഡേകളിൽ ഒരു പ്രത്യേക ഒരു ഇതാണ് അല്ലേ. പിന്നെ എന്താണ്, കുറേ ആൾക്കാർ നമുക്ക് ഹായ് സൂപ്പർ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മളെടുത്ത് കമൻറ്റ് ബോക്സ് വഴി അറിയിച്ചിട്ടുണ്ട്. കമൻ്റായിട്ട് വായിക്കല്ല, എന്നാലും അവരുടെ കമൻറ്റ് ഞാൻ കണ്ടു എന്നുള്ളത് അവർക്കും കൂടെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ നമ്മൾ വേഗം ഒന്ന് എല്ലാവരുടെയും അടിച്ചു വാരി എടുക്കുന്നുണ്ട്. എത്ര നാളത്തേക്കാണ് ഇങ്ങനെയെന്നൊന്നും അറിയാൻ പറ്റില്ല, പക്ഷേ ഇതൊരു സുഖമുള്ള ഏർപ്പാടാണ്. ഓക്കെ, എല്ലാവരും ഇങ്ങനെ നീറ്റായിട്ട് കിടക്കുമ്പോൾ അതൊരു സുഖമല്ലേ. അപ്പോൾ വേഗം ഒന്ന് അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. പിന്നെ നെയ്യ് ഒരുക്കുന്ന കാര്യം ഞാൻ വീണ്ടും എനിക്ക് സെയിം കമൻ്റ് ആട്ടോ വന്നത്, ഡയറക്റ്റായിട്ട് ഒരുക്കിയാൽ മതിയെന്ന്. എത്ര ടൈം എടുക്കുമെന്നറിയോ, നമ്മൾ എത്രയാ അത് പറയുന്നത്. എന്നാലും എനിക്ക് തോന്നുന്നു അവരൊന്നും എൻ്റെ ലോങ് വീഡിയോ കാണാറില്ല എന്ന് തോന്നുന്നു. അപ്പം എന്തായാലും നിങ്ങൾ കാണാൻ ശ്രമിക്കുക കേട്ടോ. അതുപോലെ നെയ്യ് ചെറിയ ബോട്ടിൽ ആക്കി വെച്ചൂടേന്ന്, അത് നല്ലൊരു കാര്യമാണ് അല്ലേ. ഞാൻ ആ ഒരു സ്റ്റീലിൻ്റെ പാത്രത്തിലാക്കിയിട്ട് വെച്ചേക്കുവാണ്. പൊട്ടണ പാത്രത്തിലാക്കാൻ ഇനി എനിക്ക് പേടിയാണ്. അന്ന് ഒരുപാട്
എന്താ പറയുക, നെയ്യ് പോയപ്പോൾ വല്ലാണ്ട് വിഷമായി. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ആക്കാത്തത്. പിന്നെ ഞാൻ വേഗം ഈ ഭാഗങ്ങളൊക്കെ ഒന്ന് അടിച്ചു വാരി എടുത്തിട്ടുണ്ട്. അതുപോലെ തൈരിന്ന് നെയ്യ് കിട്ടുമോ എന്നുള്ളത് എനിക്ക് അറിയില്ല മുത്തേ, ഞാനത് ഡീറ്റെയിൽ ആയി അന്വേഷിച്ച് നോക്കണം. തൈരിന്ന് നെയ്യ് കിട്ടുമോ എന്നുള്ളത് കേട്ടോ. ഇല്ല എന്നാണ്. തൈരിൽ കുറച്ചൊക്കെ ഫാറ്റ് ഉണ്ടാവും, പക്ഷേ ഈ ഒരു എന്താ പറയാ, എത്രയൊന്നും കിട്ടൂല. പാൽപ്പാടേന്ന് എടുക്കുന്ന അത്രയൊന്നും കിട്ടൂല. പിന്നെ വെയിറ്റ് എത്ര ചോദിക്കുന്നുണ്ട്. ഞാനിപ്പോൾ 70 കിലോ ഉണ്ട്. 70-71 അത്രയും കിലോ ഉണ്ട്. അതിന് താഴേക്ക് ഞാൻ അത്രയ്ക്ക് അങ്ങോട്ട് പോകുന്ന എനിക്ക് തോന്നുന്നില്ല കേട്ടോ. പിന്നെ കടയിൽ നിന്ന് വാങ്ങാൻ കിട്ടുമല്ലോന്ന്. എന്ത് നെയ്യാ? ചേച്ചി ലേശം ബട്ടർ തരാമോ, എൻ്റെ മക്കൾക്ക് ഇഷ്ടമാണ് പ്ലീസ്. അതിന്റെ താഴെ ഇട്ട് അത് വന്നേക്കുന്നത്. അപ്പൊ അവര് ചോദിച്ചേക്കുക, ഫ്രഷ് ബട്ടർ കാണുമ്പോ ആർക്കാണെങ്കിലും ഒരു കൊതി വരുമല്ലോ, അതിനെ കൊണ്ട് ചോദിച്ചതാണ്. അതിന്റെ താഴെ വേറെ ആരോ കടയിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പൊ എന്തായാലും ഞാൻ ഇന്ന് ചൂരമീൻ ഉണ്ടായിരുന്നു, അത് വേഗം ലഞ്ച് റെഡിയാക്കാന്ന് വിചാരിച്ച് കിച്ചണിലോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഞാനിവിടെ അരി ഒന്ന് എടുത്തിട്ടുണ്ട്, ഒരു നാഴി അരി, കാരണം ഇടിയപ്പം ബാക്കി ഉണ്ട് കുട്ടികൾക്ക് കൊടുക്കാൻ. പിന്നെ രാവിലെ ഉണ്ടാക്കിയ ഗീ റൈസും ഉണ്ട്, പിന്നെ കുറച്ച് ചോറും ഉണ്ട്. അപ്പോൾ അവർ വന്നാൽ അത് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ അഡ്ജസ്റ്റ് ചെയ്യല്ല, കഴിക്കാനുണ്ടാവും കേട്ടോ. പിന്നെ ഞാൻ ഫിഷിലേക്ക് വേണ്ട മസാലയൊക്കെ ഒന്ന് വേഗം റെഡിയാക്കി എടുക്കുന്നുണ്ട്. ചൂരമീനൊക്കെ കഴുകി വൃത്തിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്. നമ്മുടെ കോമൺ മസാലയാണ് കേട്ടോ, ഞാൻ പെട്ടെന്ന് തട്ടിക്കൂട്ടുന്ന മസാലയാണ്. പക്ഷെ ഇത് നല്ലപോലെ മീനിലേക്കൊക്കെ പിടിക്കും കേട്ടോ. ചൂര ഇവിടെ വലിയ ഇഷ്ടമല്ല കേട്ടോ ആർക്കും. അപ്പം ഞാൻ വിചാരിച്ചു ഒന്ന് നല്ല ഉപ്പും മുളകും ഒക്കെ നല്ലപോലെ ആക്കിയിട്ട് അങ്ങ് വെച്ച് കൊടുത്ത് നോക്കിയാൽ അവർക്ക് ഇഷ്ടപ്പെടുമോ എന്ന് നോക്കാമെന്ന് വിചാരിച്ചു. ഉമ്മ പണ്ട് ചൂര വാങ്ങിച്ച് വെച്ചിട്ട് ഇറച്ചി കഷ്ണം പോലെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൂട്ടിക്കളഞ്ഞ ആളാണ് ഇത്ര. അവർക്കൊന്നും ഇഷ്ടപ്പെടുകയേ ചെയ്തിട്ടില്ല. പക്ഷെ എനിക്ക് ചെറുപ്പം മുതലേ ഇഷ്ടമുള്ളൊരു ഫിഷാണ് കേട്ടോ ചൂര. എൻ്റെ ഉമ്മയ്ക്ക് നിറയെ കുരുമുളകൊക്കെ ഇട്ടിട്ട് വെക്കും, സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഉള്ളിയും തക്കാളിയും പുളിയും കൂടെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ജീരകം ഇട്ട് കൊടുത്തിട്ട് ഞാനിതാ ജീരകവും ഉലുവയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരച്ച അരപ്പും ചേർത്തി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്തി, അതുപോലെ കറിവേപ്പില, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറും എരിവിനുള്ള മുളക് പൊടിയും കുരുമുളക് പൊടിയും മല്ലിപ്പൊടി കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാലയൊക്കെ നല്ലപോലെ ഒന്നായിട്ട് നമുക്കിത് എന്താ പറയുക, മസാല പുരട്ടി വെച്ച വെള്ളം, മിക്സിയുടെ ജാറത്ത് വെള്ളം എല്ലാം കൂടെ ആക്കിയിട്ട് ഞാൻ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ സമയം കൊണ്ട് നമുക്ക് വേഗം ഇവിടേക്ക് ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. പിന്നെ ചൂരക്കറി എന്ന് ആലോചിക്കുമ്പോൾ മൺചട്ടിയിൽ കുരുമുളക് ഇട്ട് വറ്റിച്ച് വെച്ച ആ മൺചട്ടിയിൽ കുറച്ച് ചോറൊക്കെ ഇട്ട് കഴിക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് മട്ടരി ചോറൊക്കെ കേട്ടോ, ഭയങ്കര ടേസ്റ്റ്. അതൊക്കെ കഴിച്ചൊരു ഓർമ്മയായിട്ട് എനിക്ക് വരുന്നത്. പണ്ടൊക്കെ 1/2 കിലോ മീൻ ഉണ്ടെങ്കിൽ ഒരു ഫാമിലി മൊത്തം കഴിക്കും. ഇപ്പോൾ 1.5 കിലോ മീൻ മേടിച്ചാലും ഒരു ദിവസം തികയാത്ത അവസ്ഥയാണ് അല്ലേ. നമ്മുടെ എല്ലാവരുടെയും തീറ്റയും കൂടി എല്ലാം കൂടി. പണ്ട് അങ്ങനെ അത്രയ്ക്കൊന്നും കഴിക്കില്ലല്ലോ. ഒരു കഷ്ണം മീൻ ഉണ്ടെങ്കിൽ എല്ലാവരും ചോറുണ്ട് എണിക്കും, അങ്ങനെ മതി പണ്ടൊക്കെ. അപ്പൊ എന്തായാലും ഞാൻ പാത്രം കഴുകിയിട്ടുണ്ട്. പിന്നെ ഈ പണ്ട് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുക 10-50 വയസ്സായ ഒരു പെണ്ണ് പറയണ പോലെ ഉണ്ടല്ലോ എന്നില്ലേ. അപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്, മീൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എനിക്ക് ചൂരക്കറി വെക്കുമ്പോൾ എപ്പോഴും കല്യാണിയായിട്ട് ഓർമ്മ വരിക. അവളുടെ കിച്ചണിൽ എപ്പോഴും ഉണ്ടാവും, ഫിഷും ഉണ്ടാവും, ചൂര എപ്പോഴും ഉണ്ടാവും. ഇന്ന് ചൂരക്കറി വെച്ചപ്പോൾ എനിക്ക് അവളെ തന്നെ ഓർമ്മ വന്നത്. അവളുടെ പിന്നെ റെഡ് കളർ കറിയായിരിക്കും. എനിക്ക് പിന്നെ എന്ത് കറി വെച്ചാലും ലാസ്റ്റ് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിക്കുന്ന ശീലം ഉണ്ട് കേട്ടോ. എന്നാൽ എല്ലാ ടേസ്റ്റിൻ്റെ ബാലൻസ് അങ്ങ് ആയിപ്പോവും, എല്ലാ ടേസ്റ്റും നല്ല ബാലൻസിൽ അങ്ങ് വരും. അതിന് വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്യണത് കേട്ടോ. പിന്നെ ഞാൻ കറി റെഡിയാക്കി, അപ്പുറത്ത് രസം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മീനൊക്കെ ഒന്ന് വറുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊക്കെ സെറ്റ് ആകുമ്പോഴത്തേക്കും പോയി ഞാൻ തുടച്ച് കുളിച്ച് ഒക്കെ ശരിയാവണം. ആദ്യമൊക്കെ ഞാൻ കുളി കഴിഞ്ഞ് വന്നിട്ടാട്ടോ മീൻ വറുത്തിരുന്നത്. പിന്നെ എൻ്റെ കമൻറ്റ് ബോക്സിൽ പറഞ്ഞു മീൻ വറുത്തിട്ട് പോയി കുളിക്കുക, അല്ലെങ്കിൽ ഷാളിലൊക്കെ തെറിച്ച് മീൻ മണം വരുമെന്ന്. കറക്റ്റായിരുന്നു കേട്ടോ, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ഇങ്ങനെ തന്നെ ചെയ്യാൻ തുടങ്ങിയിട്ടോ. എല്ലാം വറുത്ത് വെച്ച ശേഷം ഞാൻ പോയി കുളിക്കാൻ തുടങ്ങി. ചിക്കനൊക്കെ ആണെങ്കിൽ പിന്നെയും കുഴപ്പമില്ല, അത്ര സ്മെല്ലടിക്കൂല. മീൻ നല്ല സ്മെല്ലടിക്കും. പിന്നെ തിരിച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഞാൻ വേഗം പോയി തുടച്ച് കുളിയൊക്കെ കഴിഞ്ഞു. ഇന്നത്തെ നമ്മുടെ ഊണ് കാണണ്ടേ നിങ്ങൾക്ക്. അപ്പം നമ്മുടെ നല്ല പൊന്നിയരിച്ചോറ്, ഇതിന് പകരം കുറുവയോ മട്ടരിയോ ഉണ്ടെങ്കിൽ പൊളിക്കും. എനിക്ക് അങ്ങനത്തെയൊക്കെ റൈസ് കഴിക്കാൻ തോന്നി. പിന്നെ അതിലോട്ട് നല്ല എരിവുള്ള ചൂരക്കറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. രാവിലെ ഉണ്ടാക്കിയ നമ്മുടെ സോയ, പിന്നെ രസം കുടിക്കാൻ വെച്ചിട്ടുണ്ട്. മീൻ
പൊരിച്ചത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഒരു ഇലക്കറിയും കൂടെ വേണമായിരുന്നു അല്ലെ. അച്ചാറ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇന്നലെ ഞാൻ താളിച്ചെടുത്ത തൈരാണ് കേട്ടോ, അതും വെച്ച് കൊടുത്തു. ഇനി ഇതെല്ലാം കൂടെ കൂട്ടി അങ്ങ് കഴിച്ച് ഉച്ചയ്ക്ക് ഒരു മയങ്ങി കഴിഞ്ഞാണ്ടല്ലോ ഇതിന്റെ ഒരു തൃപ്തി ഉണ്ടല്ലോ, അത് വേറെ ഒന്നിനും കിട്ടൂല എന്ന് പറഞ്ഞ പോലെയാണ് കേട്ടോ. അപ്പൊ ഞങ്ങൾ എല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിച്ച് ഇന്നത്തെ നമ്മുടെ വ്ലോഗ് ഇത്രയൊക്കെ തന്നെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിച്ച ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. നമ്മളെ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത ഒരുപാട് പേരുണ്ട്, അവർക്കൊക്കെ ഒത്തിരി നന്ദിയുണ്ട്. ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഒരുപാട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ FB, യൂട്യൂബ്, ഇൻസ്റ്റയൊക്കെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇന്നലെ ഞാൻ 500 ലൈക്ക് പ്രതീക്ഷിച്ചു, പക്ഷെ കിട്ടിയിട്ടില്ല. എന്നെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും ബൈ, ടേക്ക് കെയർ, ഹാവ് എ നൈസ് ഡേ.